Good morning. Good morning. Good morning. So in the previous class, we derived equation for specific speed. Then we defined a dimensionless form of the specific speed. So let us continue with the other topic related with the turbine performance study. Specific speed and the significance എന്താണ് നമ്മൾ പറയുന്നത് specific speed എന്ന് പറയുന്നത് what is the significance or what is the use of defining such a quantity? നമുക്ക് സ്പീഡ് എന്ന് പറയുന്ന മെഷർ ചെയ്യാവുന്നതാണ്. ടർബൈൻ റൺ ചെയ്യുന്ന സ്പീഡ് ദാറ്റ് ഈസ് എ മെഷറബിൾ ക്വാണ്ടിറ്റി. അപ്പോൾ n RPM, you can measure it in RPM. Apart from that speed quantity, what is the need for defining the specific speed? ഇതിനാണ് നമ്മൾ ആ രീതിയിൽ what is the importance, what is the significance of the specific speed? Why there is no response? Efficiency. Efficiency. നമ്മൾ ഒന്നുകിൽ ക്ലാസ് പറയുന്നത് ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാറില്ല, അല്ലെങ്കിൽ ക്ലാസ് നോട്ട് വായിക്കാറില്ല, നിങ്ങളുടെ ലെക്ചർ നോട്ട് നിങ്ങൾക്ക് തരുന്ന ലെക്ചർ മെറ്റീരിയൽ തരുന്നത് വായിക്കാറില്ല. എല്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്തിനാണ് ആ ടേം? നമ്മൾ ഫസ്റ്റ് ടർബൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞൊരു ടേമാണ്. ഫസ്റ്റ് ക്ലാസ് ടർബൈൻ്റെ ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് തന്നെ സ്പെസിഫിക് സ്പീഡ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. So what is the importance of that term? Any other person? ഇത്രയും പേരുണ്ടല്ലോ. ആദിത്യൻ. Yes, sir. എന്താ ആദിത്യ? എന്താ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? Can you define it? സൈലന്റ് ആയ എന്താ? എന്താണ് സ്പെസിഫിക് സ്പീഡ്? ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? യൂണിറ്റ് പവർ യൂണിറ്റ് ഹെഡില് യൂണിറ്റ് പവർ യൂണിറ്റ് ഹെഡിൽ എന്ന് പറഞ്ഞാൽ എന്തായി? അത് ഒരു കിട്ടുന്ന സ്പീഡ്. ഓക്കെ, അതാ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഓക്കെ, പേഴ്സൺ അലോക് മാക്മിലൻ ഉണ്ടോ? അലോക് മാക്മിലനോട് പോയി. അലോക് മാക്മിലനോട് പോയി. അലോക് മാക്മിലൻ വിളിച്ചിരിക്കുവാണോ? അമലസ് ഉണ്ടോ?
ഉണ്ട് സാർ. എന്നല്ലേ പറയേ. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെച്ചത് വായിച്ചാലും മതി. ഇഫ് യു ഹാവ് ദാറ്റ് ഇൻ യുവർ ക്ലാസ് നോട്ട് യു റീഡ് ഇറ്റ്. ബേസിക് സ്പീഡ് എന്താണ് അതിന്റെ ഡെഫിനേഷൻ ഒന്ന് പറയും. ഇല്ല. അതല്ല ഇന്നലെ ആരോടാ ചോദിക്കുന്നത്? ഉണ്ടെന്നില്ല. അനന്തു രണ്ടുപേരുണ്ടല്ലേ. അനന്തു എം എന്താണ് പെർഫോമൻസ്? സിമിലർ ഡയമെൻഷനുള്ള ഒരു ടർബൈന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനാണ്. പെർഫോമൻസ് മെഷർ ചെയ്യാനാണ്. പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് ഒരു ടർബൈൻ ടെസ്റ്റ് നടത്തിയ പോലെ. ഓക്കെ, ഇനി അതർ പേഴ്സൺ അല്ല. അരവിന്ദ് ബിരാജ് ഉണ്ടോ? അരവിന്ദ് ബിരാജ് ഉണ്ട് സാറേ. അരവിന്ദ് പറഞ്ഞ അരവിന്ദ്. Speed at a turbine which is defined in change geometrical dimension, blade angle, gate opening ഒക്കെ. പിന്നെ അത് യൂണിറ്റ് പവർ യൂണിറ്റ് ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യും. യൂണിറ്റ് ഹെഡ് യൂണിറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ വരുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, യു അറ്റ്ലീസ്റ്റ് യു ട്രൈഡ്. ഏതോ പേഴ്സണായി കോൾ അശ്വിൻ പുതുമന ഉണ്ടോ? ഹലോ, അശ്വിൻ പുതുമന പറഞ്ഞു. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞത്? specific speed is the speed of the turbine which is identical in shape, size and geometry with the actual turbine. It will produce power under when working under unit head. Will produce power when working under unit head. Power producing, how much power it will produce? For unit power. Okay. Unit power, okay. ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. വൺ മോർ പേഴ്സൺ. എ വിടാം. ബിൻസ് കൃഷ്ണൻ ഉണ്ടോ? സർ, ബിൻസെ പറഞ്ഞു. അത് സ്പെസിഫിക് സ്പീഡ് ഈസ് the speed of turbine which is identical in shape, geometrical dimensions, blade angles, gate opening. The actual turbine of such a size, it will produce or exact power, exact unit power and under an unit head. ഓക്കെ, അതേ സ്റ്റേറ്റ്മെന്റ് അയാളും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഓക്കെ, any other person, anyone, can you tell me the significance of this term? നമ്മൾ ഡിഫൈൻ ചെയ്തു ഡെഫിനേഷൻ. ഐ വിൽ മേക്ക് ഇറ്റ് വൺ മോർ ടൈം ക്ലിയർ. ഇത് കഴിയട്ടെ. Can anyone tell me why that this term is significant? What is the significance of this quantity? ഡിസൈൻ വർക്കിന് മുമ്പ് ഏതാ ബെസ്റ്റ് ഫിറ്റ് ആവുന്നത് ടർബൈൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മുടെ പർപ്പസിന്. ഓക്കെ, that is one meaningful answer. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ സെലക്ഷൻ ക്രൈറ്റീരിയ, നമ്മളെ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ടർബൈൻസ് എന്ന് പറയുന്നത് which type of turbine is to be used, that is decided based on the availability of the water. അല്ലേ, വാട്ടർ ടർബൈൻ ആണെങ്കിൽ we can use either impulse turbine or reaction turbine. അപ്പോൾ നമ്മൾ impulse turbine വേണോ റിയാക്ഷൻ ടർബൈൻ വേണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യണം. അത് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൈലബിലിറ്റി ആണ്, ഹെഡ് അവൈലബിലിറ്റി ആണ്, ഏത് ടൈപ്പ് ടർബൈൻ. അപ്പോൾ
സ്പെസിഫിക് സ്പീഡ് എന്താണ് ആക്ച്വലി എന്താണ് അതൊരു സെലക്ഷൻ പാരാമീറ്റർ ആണ്. യു ക്യാൻ സെലക്ഷൻ ക്രൈറ്റീരിയ ക്യാൻ സേ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെലക്ഷൻ. നമുക്ക് അതിന്റെ സ്പീഡ് വാല്യൂ പറയാമെങ്കിൽ ഏത് റേഞ്ചിലുണ്ടെന്ന് നോക്കിയിട്ട് യു ക്യാൻ സേ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ കിട്ടുന്നത് ഇറ്റ് ഈസ് 100 ആണെങ്കിൽ വിച്ച് വിൽ ബി സ്യൂട്ടഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യു ക്യാൻ select that particular turbine. ഇപ്പോൾ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മൾ ഒരു ആക്ച്വൽ ടർബൈൻ വർക്ക് ചെയ്യുന്ന ഹെഡും അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ദാറ്റ് മേ ബി സം അതർ വാല്യൂ. അപ്പൊ അതിന് ജോമെട്രിക്കലി നിങ്ങൾ സിമിലാരിറ്റി പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അതേ ടർബൈൻ്റെ തന്നെ ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള ഒരു ടർബൈൻ നമ്മൾ ജോമെട്രിക്കലി സിമിലർ നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. പ്രോട്ടോടൈപ്പും മോഡലിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ മെഷീനാണ്. ആക്ച്വലി എന്താണോ ആക്ച്വൽ സൈസിൽ ഉണ്ടാക്കുന്നതാണ് ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ. ആക്ച്വൽ ട്രൂ സൈസ് ആണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതിന്റെ സ്കെയിൽഡ് ഡൗൺ വേർഷൻ ആണ് മോഡൽസ് എന്ന് പറയുന്നത്. ഈ മോഡലും പ്രോട്ടോടൈപ്പും തമ്മിൽ എന്താണ്, there should exist similarity. സിമിലാരിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജോമെട്രിക്കലി സിമിലർ ആണ്, പിന്നെ എന്താണ് അതിന്റെ ഡൈനാമിക് സിമിലാരിറ്റി, കൈനമാറ്റിക് സിമിലാരിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ കേസിലാണ് എന്താ പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ജോമെട്രിക്കലി സിമിലർ. ഒരു ആക്ച്വൽ ടർബൈന്റെ ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള ജോമെട്രിക് സിമിലാരിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. സോ ഇഫ് യു കൺസിഡർ എ ജോമെട്രിക്കലി സിമിലർ ടർബൈൻ, ആ ടർബൈനിൽ 1 മീറ്റർ ഹെഡ് ഉള്ള സമയത്ത് അത് 1 കിലോവാട്ട് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ ടർബൈന്റെ സ്പീഡിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ യൂസ് ദിസ് പാരാമീറ്റർ ടു സെലക്ഷൻ. ഒന്ന് പറയും. രണ്ടാമത്തെന്ന് വെച്ചാൽ നമുക്ക് പ്രോട്ടോടൈപ്പ് ഇതിന്റെ മോഡൽ ടെസ്റ്റിംഗ് നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറൊരു കാര്യമാണ്. നിങ്ങൾ ഡയമെൻഷൻസ് നമ്പേഴ്സ് വെച്ചിട്ട് യു ഹാവ് സ്റ്റഡീഡ് മോഡൽ സ്റ്റഡി ഫ്ലൂയിഡ് മെക്കാനിക്സ്. അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രോട്ടോടൈപ്പിൽ ആ പെർട്ടിക്കുലർ നമ്പർ ദാറ്റ് വിൽ ബി സെയിം ഫോർ ദി പ്രോട്ടോടൈപ്പ് ആസ് വെൽ ആസ് ഫോർ ദി മോഡൽ. അപ്പൊ അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് ദിസ് ടേം ഓർ ദിസ് ക്വാണ്ടിറ്റി ആസ് ദി സെലക്ഷൻ പാരാമീറ്റർ ഓഫ് ദി ടർബൈൻ. Now let us see some other terms related to the turbine performance. അപ്പോൾ അതിൽ വരുന്നതാണ് യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ് കർവ്സ്. നമ്മൾ ടർബൈൻസ്, ആക്ച്വൽ ടർബൈൻസ് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ മോഡൽസ് ടെസ്റ്റ് റിസൾട്ട്സ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ്സ് ആണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. എന്താണ് യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ സാധാരണ ടർബൈൻ ടെസ്റ്റിംഗിൽ എന്തിനാണ് ടർബൈൻ ടെസ്റ്റ് ചെയ്യുന്നത്? എന്തിനാണ് ടർബൈൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ ടർബൈൻ ടെസ്റ്റ് ആർ കണ്ടക്ടഡ് ഫോർ നമുക്കൊരു ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന്റെ ഡിസൈൻ കണ്ടീഷൻസിലാണ്. നമ്മൾ എപ്പോഴും അതിന്റെ ഡിസൈൻ സെറ്റ് ഓഫ് കണ്ടീഷൻസ് വിൽ ബി there that will be defined by the manufacturer. So it is expected to operate under the design condition. So design conditions അത് ഓപ്പറേറ്റ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് എന്താണ്, അതിന്റെ എഫിഷ്യൻസി എന്താണെന്നൊക്കെ ഉള്ളത് that is defined ആണ്. But we should be able to know what will be the corresponding values when it works under other conditions other than the design conditions. ഇപ്പോൾ ഇത്ര പെർട്ടിക്കുലർ ലോഡ് ഇത്ര പെർട്ടിക്കുലർ ഹെഡിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ഡിസ്ചാർജ് ഉള്ളപ്പോൾ ഇതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡ് നമ്മൾ ഇത്ര 1000 RPM ആണ് ഇതിന്റെ ഡിസൈൻ സ്പീഡ് എങ്കിൽ ഒരു 100 RPM വർക്ക് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ കറസ്പോണ്ടിങ് വാല്യൂസ് വി ഷുഡ് ബി ഏബിൾ ടു പ്രെഡിക്റ്റ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി കണ്ടക്ടിങ് പെർഫോമൻസ് ടെസ്റ്റ് ഓൺ ദി ടർബൈൻ. Performance test on either we can conduct the test on actual turbine or the test will be conducted on the model. അതിന്റെ ആക്ച്വൽ ടർബൈൻ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സ്കെയിൽ ഡൗൺ മോഡൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടെസ്റ്റ് റിസൾട്ട്സ് കിട്ടും. ആ ടെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് we can predict the behavior of the actual turbine under different operating conditions. അപ്പോൾ ആ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ അതിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി നോർമലി നമ്മൾ ഇതിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ടർബൈനിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ സ്പീഡ് ഒരു പാരാമീറ്റർ ആണ്, ഹെഡ് വർക്ക് ചെയ്യുന്ന ഹെഡ് ഒരു പാരാമീറ്റർ ആണ്, ദെൻ ഡിസ്ചാർജ് ഇസ് അനദർ പാരാമീറ്റർ, ദെൻ പവർ ഷാഫ്റ്റ് പവർ ദാറ്റ് ഈസ് വൺ പാരാമീറ്റർ, അതിന്റെ പെർഫോമൻസ് മെഷർമെന്റ് വരുന്ന പാരാമീറ്റർ ആണ്. ദെൻ യു ക്യാൻ കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി. ഇങ്ങനെ പല ക്വാണ്ടിറ്റീസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. So it is more convenient if we express all these quantities in unit quantities ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് corresponding to
യൂണിറ്റ് വാല്യൂസ്. അപ്പൊ ആ ആക്ച്വൽ സ്പീഡ് എന്നാണെങ്കിൽ ആ സ്പീഡിനെ യു ക്യാൻ ഡിഫൈൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്പീഡ്. അപ്പൊ യൂണിറ്റ് വാല്യൂസ്, യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ആയിട്ട് ഈ പറയുന്ന വേരിയബിൾസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കുറച്ചുകൂടി നമ്മുടെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ആ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് കുറച്ചുകൂടി സിംപിളർ ആയിരിക്കും. നമുക്കൊരു പെർട്ടിക്കുലർ ഹെഡിലെ എഫിഷ്യൻസി അറിയാം. സപ്പോസ് h = 100 meter, you know the efficiency, then we should be able to predict the efficiency at 50 meter. 100 മീറ്ററിലെ എഫിഷ്യൻസി 90% ആണെങ്കിൽ 50 മീറ്റർ ഹെഡിൽ എത്രയായിരിക്കും എഫിഷ്യൻസി? അപ്പൊ അത് ഡയറക്ട്ലി ഇൻ ടേംസ് ഓഫ് defining in terms of this actual values, we can represent or we can plot these performance characteristics in terms of unit count. അത് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പൊ ആ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് യൂണിറ്റ് സ്പീഡ്, യൂണിറ്റ് ഡിസ്ചാർജ്, യൂണിറ്റ് പവർ. ഈ 3 ക്വാണ്ടിറ്റീസ് നമ്മൾ വിൽ ബി ഡിഫൈനിങ് യൂണിറ്റ് സ്പീഡ്, യൂണിറ്റ് ഡിസ്ചാർജ് ആൻഡ് യൂണിറ്റ് പവർ. ഇതെന്താണ് യൂണിറ്റ് പവർ, ഇത് ഓരോന്നുള്ളത് നമുക്ക് നോക്കാം. ഈ യൂണിറ്റ് സ്പീഡ് ഇവിടെ നോക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ സ്പെസിഫിക് സ്പീഡിന്റെ ഡെറിവേഷനിൽ കണ്ട പോലെയുള്ള കുറെ ഇക്വേഷൻസ് ആണ്. വാട്ട് വി നോ ഹിയർ ഈസ് വി നോ ബ്ലേഡ് സ്പീഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി. അതായത് യു അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, വി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എക്സ്. നമുക്കറിയാം ഈ വെലോസിറ്റി, whether it is fluid velocity or vane speed, you can express it in terms of head. Like the jet velocity ayalum, flow velocity ayalum, you can velocity coefficient into root 2gh enna equation undu. Blade speed in a speed ratio into root 2gh undu. Appo both that will lead to this proportionality, v proportional to root h and u proportional to root h. Then we have another equation for obtaining the blade speed, which is u equal to pi dn by 60. From that, what you can write is u proportional to dn. So u proportional to root h, u proportional to dn. And what we know, നമ്മൾ ഒരു particular turbine test ചെയ്യുമ്പോൾ അതിന്റെ diameter constant ആണ്. So the diameter of that turbine is constant. So d is a constant here for that particular turbine. So what we can write is, ഇവിടെ d constant ആണ്, u proportional to n എന്ന് എഴുതാം. If d is constant, you can write u proportional to n. Then u proportional to root h. These two you can combine and write n proportional to u. N proportional to u ആണെങ്കിൽ എന്തായിരിക്കും? u proportional to h ആയതിന്റെ value you can say n proportional to root h. So n proportional to root h. Then you can remove this proportionality, or you can make it an equation by introducing constant k1. So n, speed of the turbine, you can write as equal to k1 into root h. Now let us define the unit speed. Unit speed എന്ന് പറഞ്ഞാൽ എന്താണ്? The quantity corresponding to head equal to 1 meter. When h is equal to 1 meter, you can say n equal to nu. So 1 meter head corresponding ആയിട്ടുള്ള speed, so n equal to nu. So what we get from the above equation is k1, the constant k1 equal to nu. So you can substitute here as n equal to nu into root h, or that defines your unit speed, which is nu equal to n into n by root h. So this is the unit quantity for unit speed, which is n equal to nu equal to n by root. അപ്പോൾ എല്ലാ യൂണിറ്റ് ക്വാണ്ടിറ്റീസും എക്സ്പ്രസ് ചെയ്യുന്നത് അതാത് വേരിയബിൾ വിത്ത് എ സബ്സ്ക്രിപ്റ്റ് u. So that u denotes it is unit quantity. So the unit speed you can define as the speed of the turbine corresponding to head equal to 1 meter. So that is what about the unit speed. Similarly, you can define unit discharge. Unit discharge is the discharge from the turbine corresponding to h equal to 1 meter. The unit head in corresponding ആയിട്ടുള്ള discharge value. So you can now formulate one equation for unit discharge. So unit discharge is QU. അത് അറിയാവുന്ന എന്താ ഇക്വേഷൻ എന്താണ് നമുക്ക്? Discharge is area flow multiplied by velocity of flow. And what is area flow? Area flow is constant, because
ഏരിയ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? പൈ ഡി ബി അല്ലെ? നമ്മൾ ഒരു ടർബൈൻ എടുത്തു കഴിഞ്ഞാൽ ഡയമീറ്റർ ഫിക്സ്ഡ് ആണ്, വിഡ്ത്തും ഫിക്സ്ഡ് ആണ്. അപ്പം ഏരിയ ഫ്ലോ ഈസ് so you have this area flow is pi into d into b. So diameter constant ആണ്, and b is also constant. So that area is a constant. So that you can write discharge is proportional to velocity of flow only. Velocity of flow എന്താണ്? Proportional to root h. So what you have here is q equal to constant k2 into root h. Now to determine k2, you apply h is equal to 1 meter. So when head equal to 1 meter, discharge is defined as unit discharge. So that gives qu equal to k2. So what you have is now q equal to qu into root h. So that gives unit discharge equal to q divided by root h. So this quantity now define the unit, or you can call this quantity as unit discharge. So 1 meter head corresponding ആയിട്ട് അതിൽ discharge value ആണ് unit discharge എന്ന് പറയുന്നത്. So we defined unit speed, now you defined unit discharge. Similarly, in similar manner you can define the unit power. Unit power എന്താണ്? The power developed by the turbine corresponding to head equal to 1 meter. So to determine the power, let us write the overall efficiency equation. Overall efficiency എന്താണ്? Shaft power by so it is the shaft power by water power. Shaft power is P. Water power എന്ന് പറയുന്നത് the. So here you can write this as P eta naught into rho g qh by 1000, and here what we know is P proportional to qh. Eta naught constant ആണ്, rho in g in fluid in the rho density and gravity constant, they are also constant. So P proportional to qh. Then already from the previous relation we have q proportional to vf. For q proportional to vf ആണ്, vf proportional to root h. So q proportional to root h. So that is substituted here. So p proportional to root h into h. So that you can get p proportional to h raised to 3 by 2, or p equal to constant into h raised to 3 by 2. The constant value കിട്ടാനായിട്ട് again you apply the condition, that is when h equal to 1 meter you have h equal to 1 meter we have p equal to pu. Q equal to q എന്നല്ല, p equal to pu. So when h is equal to 1 meter, power equal to unit power. So that gives pu equal to k3. K3 യുടെ value കിട്ടിക്കഴിഞ്ഞാൽ you can substitute. So power of the turbine equal to unit power into h raised to 3 by 2. So from here you get unit power equal to unit power value equal to p by h raised to 3 by 2. അപ്പോൾ ഈ മൂന്ന് equations ഓർത്തിരിക്കുക. The first one is speed equal to unit speed nu equal to n by root h. Then the second is discharge qu equal to q by root h, and third is power pu, unit power equal to p by h raised to 3 by 2. So these three equations: unit power, unit discharge, and unit speed. Now, അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്, ഒരു ടർബൈനിന്റെ ഒരു പെർട്ടിക്കുലർ ഹെഡിലെ സ്പീഡ്, അതിന്റെ പവർ, അതിന്റെ discharge ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ you can calculate the corresponding values at some other head. So that is what these all the three equations written here. You can see nu equal to, നമുക്ക് nu എന്ന് പറയുന്നത് എന്താണ്, n1 by h1. n1 h1 ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ ആണ്, അതായത്
h1 head corresponding speed, it will be also equal to n2 by h2. So this unit quantity you can use to equation. H equal to, suppose h equal to 100 meter, let us say n equal to 1000 rpm. So if you are asked what is the speed corresponding to h equal to 50 meter, so you can apply this equation. That is nu equal to n1 by root h1, which is also equal to n2 by root h2. This is equate for n1. There n1 is 1000 rpm, h1 is 100 meter, h2 is 50 meter. So you can solve n2. About 50 meter speed calculate. So you can use this relation to find the head at any, to define the speed at any head, knowing the head at the speed at a particular head. Similarly, you can use this equation, unit quantity discharge QU. QU is Q1 by root H1. It's also equal to Q2 by root H2. This is equate discharge area. Q1 value, suppose Q1 is 3 meter cube per second, corresponding to H equal to 100 meter. 100 meter. So what is Q when H equal to 50 meter? So if you want to know the discharge, you equate Q1 by root H1 equal to Q2 by root H2. So that will give you the discharge at any other head, knowing the discharge at a particular head, that is H equal to 100 meter. Power equation, unit power quantity, unit power equation you can use to get the power at any other head. So P1 by H1 raised to 3 by 2 will also be equal to P2 by H2 to the power 3 by 2. So these equations you can use to compare the turbine at different, compare the performance or compare the operating conditions of the turbine at different heads. Okay. Now let us see the use of this unit quantities in plotting the characteristic curves. The turbine case, in the case of turbine, already at the beginning I told what is the need for this characteristic curves. Always all turbines, they are expected to operate under design conditions. Design conditions turbine manufacturers and optimum speed and equipment optimum conditions. So it is expected to run under that operating conditions specified by the manufacturer. Our conditions the maximum efficiency output best operating conditions. So if we are interested to know the performance of the turbine at some other operating condition, we plot the characteristic curves. The characteristic curves that tells you how these turbines behave under different operating conditions. But the graphically represent performance characteristic curves on the use parameters. Plotting the parameters on discharge, we will be operating the turbine under different speed. Then we will be operating the turbine at different head, different discharge. These 3 parameters vary head, discharge, speed. So we can measure the turbine output. We can calculate the turbine efficiency. So these parameters, variation of these parameters are plotted graphically, and the obtained graphical graphs plots are called characteristic curves of the turbine. Plot in the 3 category and the 3 types characteristic curves are turbine plot. And these 3 characteristic curves are main or constant head characteristic curve. Second is operating or constant speed characteristic curves. Third type of characteristic curves are constant efficiency or iso efficiency or Muschel curves. The main characteristic curves are the constant head on. So while testing the turbine, head of the turbine is always kept constant. The main characteristic curves are under main or constant head. It is written that main or constant head. So to obtain
the main characteristic curves of the turbine, head of the turbine. So for all test, head of the turbine is made constant. But discharge vary, speed vary. So it will be run at different speeds, different discharge. Head is made constant. Then operating, second character types of curve is operating characteristic curves. Operating or constant speed. Speed of the turbine is made constant. And then third case, constant efficiency curves are plotted. ISO efficiency. So this can be used to get the best performance curves of the best. So third category is constant efficiency or ISO efficiency, and a Muschel and the shape on shell formula, Muschel curves. So this third category characteristic curves, they are plotted in to obtain the best performance conditions of the turbines. So let us now see what all these character curves are. So now first one, the main or constant characteristic curves. Already I am in the case of head constant head gate opening. Gate opening is turbines operate then the quantity gate opening we can control the amount of water which is directed to the turbine. So full opening gate openings. So you can keep it fully open position. You can keep it half 1/4 open, half open, then 3/4 open. And different reading the gate open. But normally operate test conduct we will operate with the gate fully open. That is the maximum opening. The pattern turbine sphere control. So it will be the complete cross section and cross section corresponding quantity that will be entering the turbine. You can regulate it so that gates are 1/4 open, half open, then 3/4 open. But different gate openings corresponding. But either gate opening set speed or gate opening different speeds run. But all at all speeds, head of the turbine is kept constant. But head vary in the main characteristic curves head is always constant. Then gate openings, a particular set of data gate opening constant. Gate opening vary. Full opening, full open, 1/4 open, 1/4 geo. Geo or gate open, then 1/2 geo, then 3/4 geo. So different gate openings. So head constant. Speed vary. Speed of the turbine is varied. Speed vary. You can variable quantity of water to flow through the inlet opening. About the set of operating conditions corresponding to turbine, the brake power measure lab. Experiment lab brake power measure dynamometer so brake power will be measured, output power measure input power calculate energy and input so you can calculate the overall efficiency. So calculate the parameter brake power efficiency, turbine efficiency calculate. So from the brake power and efficiency, other three quantity that we mentioned here is speed, head and discharge. So this unit quantity terms define calculations easier. So now in all the cases, main characteristic curves in the case curve plot what we have is unit speed as abscissa. X-axis plot unit speed, y-axis brake power, discharge, overall efficiency. So we will be plotting NU versus what? Unit power, NU versus efficiency, then NU versus unit discharge. X-axis unit speed. Speed vary. The head constant brake power and overall efficiency are measured. Now let us see the curves. So
നമ്മൾ വരച്ചെടുത്തുള്ളത് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് ഓഫ് ദി പെൽറ്റൻ ഇമ്പൾസ് ടർബൈൻ്റെ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് കർവ് എന്ന് പറയുന്നത് സ്പീഡ് വേഴ്സസ് ഡിസ്ചാർജ്. സെക്കൻഡ് ഫിഗർ ഈസ് യൂണിറ്റ് സ്പീഡ് വേഴ്സസ് യൂണിറ്റ് പവർ, ആൻഡ് ദ തേർഡ് യൂണിറ്റ് സ്പീഡ് വേഴ്സസ് എഫിഷ്യൻസി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് ഓരോ ഫിഗറിലും 4 കർവ് കൊടുത്തിട്ടുണ്ട്. 4 കർവ് കൊടുത്തിട്ടുണ്ട്. അത് 4 ഡിഫറെന്റ് ഗേറ്റ് ഓപ്പണിംഗ്സ് ആണ്. അതായത് 1/1 ഗേറ്റ് ഓപ്പണിംഗ്, ഫുൾ ഗേറ്റ് ഓപ്പണിംഗ്, 3/4 ഗേറ്റ് ഓപ്പണിംഗ്, ഹാഫ് ഗേറ്റ് ഓപ്പണിംഗ് ആൻഡ് 1/4 ഗേറ്റ് ഓപ്പണിംഗ്. ഇത് ഫസ്റ്റ് കർവ് എന്ന് പറയുന്നത് യൂണിറ്റ് ഡിസ്ചാർജിന്റെ വേരിയേഷൻ. സെക്കൻഡ് കർവ് ഷോസ് യു ദി വേരിയേഷൻ ഓഫ് ദി യൂണിറ്റ് പവർ, ആൻഡ് ദി തേർഡ് ഷോസ് ദി വേരിയേഷൻ ഓഫ് ദി യൂണിറ്റ് discharge, sorry, variation of the overall efficiency. അപ്പൊ ഇതില് ഫസ്റ്റ് ഗ്രാഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? The discharge is constant for all gate opening. You can see there is no variation in the gate opening. സ്പീഡിന് ഡിപ്പെൻഡന്റ് അല്ല. ബെൽട്ടൺ ടർബൈന്റെ കേസിൽ, in the case of Belton turbine, the speed does not influence the discharge. For all gate opening, you have the discharge remaining constant. നോസിലിന്റെ ബെൽട്ടൺ ടർബൈൻ എന്ന് വെച്ചാൽ അവിടെ ആക്ച്വലി നമ്മൾ സ്പിയർ കൺട്രോളിംഗ് ആണ്. ഈ ഗേറ്റ് ഓപ്പണിംഗ് കാര്യങ്ങൾ വരുന്നത് റിയാക്ഷൻ ടർബൈൻസിന്റെ കേസിലാണ് കൂടുതൽ എഫക്റ്റഡ് ആയിട്ട് വരുന്നത്. ഹിയർ when you operate that sphere control, always that nozzle opening, അതിന്റെ ഏരിയ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് ഇതിലോട്ട് വരുന്നത്. So that is for all speed you have the discharge constant, and here the second curve what you have is speed versus unit power. നോക്ക് ഇവിടെ ഓരോ കർവും പീക്ക് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ടു one particular value of the speed. So here you can see 1/4 you have, and ഇതിന്റെ പീക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് same in you. Similarly, you can see for all gate opening, the peak of this corresponds to one particular speed. That means, in the case of Pelton turbine or impulse turbine, the maximum efficiency or maximum unit power that exists or that occurs corresponding to one particular speed at all gate opening. Gate opening in the either gate opening position, whether the gate is fully opened or half opened or 3/4 opened or 1/4 opened, that does not affect the maximum value. For all gate opening, the maximum value corresponds to one particular value of the speed, and that is corresponds to a unit speed of speed ratio 0.4. ഇത് ഒരു നോട്ടബിൾ പോയിന്റ് ആണ് ഫോർ impulse turbine or Pelton turbine. The speed ratio corresponding to 0.45 is the speed ratio for this maximum efficiency condition in the case of Pelton turbine. Now, these are the characteristic curves of the Francis turbine. ഇതും വരച്ചെടുത്തോളൂ. അപ്പൊ ഇതില് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ നോക്കുക, പെൽട്ടൺ ടർബൈന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡ് കർവ് വാസ് കോൺസ്റ്റന്റ്. ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്തത്. ദാറ്റ് മീൻസ് there is no variation in discharge corresponding to speed variation. But in the case of Francis turbine, these discharge lines are falling like this. എല്ലാ ഗേറ്റ് ഓപ്പണിങ്ങിനും ഡിസ്ചാർജ് സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് ഡിസ്ചാർജ് decrease ചെയ്യുന്നു. The reason is that we have seen in the case of Francis turbine, the centrifugal, there is negative centrifugal effect, right? Inward flow turbine and inward flow ആണ് അവിടെ നടക്കുന്നത്. So it is negative centrifugal effect is there. So that causes the affect the flow. That centrifugal effect causes the decrease in discharge. That is why the discharge lines are falling like this. താഴോട്ട്
കുറയുക ചെയ്യുന്നു. സ്പീഡ് കൂടുന്നതനുസരിച്ച് ഡിസ്ചാർജ് കുറയുന്നുണ്ട്. എല്ലാ ഗേറ്റ് ഓപ്പണിംഗ് കേസിലും ഒരേ ട്രെൻഡാണ് കാണുന്നത്. discharge decreases with increase in speed, and that because of the centrifugal effect. Then another thing what you can note from the second, that is discharge versus the speed ratio unit speed versus unit power. What you can see here, ഓരോ ഗേറ്റ് ഓപ്പണിംഗിന്റെ പീക്കുകൾ ഡിഫറെന്റ് ആണ്, ഒരേ സ്പീഡിലല്ല. ഇവിടെ നോക്കുക, ഇവിടുത്തെ പീക്ക് ഇവിടെയാണ്, ദിസ് ഈസ് സം അതർ പീക്ക്. അപ്പൊ ഇത് ഡിഫറെന്റ്. അതുപോലെ തന്നെ എഫിഷ്യൻസി എടുത്തു കഴിഞ്ഞാൽ ഫോർ 1/4 the peak is here, so this is here. ഇതിന്റെ പീക്ക് വേറെ ഇതാണ്, ഇതിന്റെ പീക്ക് വേറെ സ്പീഡിലാണ്. That is the maximum, the speed corresponding to the maximum efficiency is different at different gate openings. അപ്പോൾ ഓരോ ഗേറ്റ് ഓപ്പണിംഗിന്റെ മാക്സിമം എഫിഷ്യൻസി ഓർ മാക്സിമം പവറിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് സ്പീഡ് ഡിഫറെന്റ് ആണ്. ഇത് പെൽട്ടൺ ടർബൈന്റെ കേസിൽ എന്തായിരുന്നു, എല്ലാ മാക്സിമം വരുന്നതും ഒരേ യൂണിറ്റ് സ്പീഡിലാണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻ ഇറ്റ് ഒക്യൂസ് അറ്റ് ഡിഫറെന്റ് സ്പീഡ്. The peaks are not at the same speed for all gate opening. That is the difference between the main characteristic curves of Francis turbine and that with the Pelton turbine. Now the third set of is for Kaplan turbine. Kaplan turbine നോക്കുക, അതില് PU variation അതുപോലെ തന്നെ efficiency variation is similar to the trend what we saw in the case of Francis turbine. അതായത് യൂണിറ്റ് പവർ ആയാലും എഫിഷ്യൻസി ആയാലും എന്താണ്, ഈ രണ്ട് കേസിലും ഡിഫറെന്റ് സ്പീഡ്സിലാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇതിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും 1/4 ഓപ്പണിംഗിന്റെ പീക്ക് ഇവിടെയാണ്, ഇതിന്റെ പീക്ക് വേറൊരു ഡിസ്ചാർജിലാണ്, വേറൊരു ഇതിലാണ്, ഇതിന്റെ പീക്ക് വേറെയാണ്, ഇതിന്റെ പീക്ക് വേറൊരു പോയിന്റിലാണ് വരുന്നത്. That means similar to the trend what we can see in the case of Francis turbine. Gate of unit power ആയാലും അതുപോലെ തന്നെയാണ്, ഓരോന്നിന്റെ പീക്ക് ഓരോ സ്പീഡിലാണ്, ഡിഫറെന്റ് സ്പീഡിലാണ്. That means the peaks or the maximum values are obtained at different speed as in the case of Francis turbine. But the difference from this case and that of the Francis turbine is that here you have the discharge increases with the speed. ഇതിന്റെ കേസിൽ സെൻട്രിഫ്യൂഗൽ എഫക്ട് ഇല്ല. നമ്മൾ പറഞ്ഞു Kaplan turbine is an axial flow machine, so there exists no centrifugal head. Does not exist. So you have, there is no and so the discharge increases with for all gate opening you have the discharge plots with discharge increases with the speed. So that is the main characteristic also Kaplan turbine. Now the second set എന്ന് പറയുന്നത് operating characteristic curves ആണ്. Operating characteristic curves or constant speed characteristic curves. നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ characteristic curvesന്റെ കേസിൽ എന്തായിരുന്നു, ഹെഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഓപ്പറേറ്റിംഗ് characteristic curvesന്റെ കേസിൽ സ്പീഡ് ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്. ഇതിൽ തന്നെ രണ്ട് ടൈപ്സ് ഓഫ് കർവ്സ് നമുക്ക് പറയാം, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. ഒന്ന് ലോഡ് വേഴ്സസ് എഫിഷ്യൻസി. ലോഡ് എന്ന് പറയുന്നത് ടർബൈന്റെ ഫുൾ ലോഡ് ആവാം ഓർ പെർസെന്റേജ് ലോഡ്. സോ വി വിൽ വേരി ദ ലോഡ് ഓൺ ദ ടർബൈൻ ആൻഡ് ലോഡ് ഓൺ ദ ടർബൈൻ വേഴ്സസ് efficiency is one set of curve. So what you have is speed is kept constant here. So for all gate opening, oru gate opening corresponding to speed of the turbine is constant. So here the speed is constant. Opening speed is constant. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, the head may or may not. You can keep the head may be constant in some case and head may vary in another case. So head may or may not be constant. ഇത് സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഹെഡ് കോൺസ്റ്റന്റ് ആവാം, കോൺസ്റ്റന്റ് അല്ലാതിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് അതർ പാരാമീറ്റേഴ്സ്, ബ്രേക്ക് പവർ, എഫിഷ്യൻസി, that you can calculate and you can have the plot load percentage versus efficiency like this. അപ്പോൾ ഇത് പ്ലോട്ടിൽ എല്ലാ 2-3 ടൈപ്പ് ഓഫ് ടർബൈൻസിന്റെ കൊടുത്തിട്ടുണ്ട്. You can see the Pelton turbine, propeller turbine, Francis turbine,
Kaplan turbine, Darius turbine എന്ന് നിങ്ങളുടെ ഇതിന്റെ അകത്ത് വരുന്നില്ല. Is also mixed flow turbine. Reaction turbine തന്നെയാണത്. Is not you have this is also a reaction type turbine. Reaction type, the mixed flow type turbine ആണ്. And this is mainly used either ഒരു ഫ്രാൻസിസ് ടർബൈൻ റേഞ്ച് എന്ന് പറയുന്നത് കെപ്ലാൻ ടർബൈൻ്റെ ഫ്രാൻസിസ് ടർബൈൻ്റെ റേഞ്ചിന്റെ ഇടയ്ക്ക് വരും അതിന്റെ ഓപ്പറേറ്റിംഗ് യൂസ് അതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ. So you can see here different set of operating characteristic curves representing different turbines, and the main inferences from the curves are listed here. You can see for all in the case of all types of turbine, you can see the efficiency increases with the load, and you can see for all types of turbines the peak is occurring at 100 and ഇതെല്ലാം ഇവിടെ നോക്കി ഒരു പെർട്ടിക്കുലർ ലോഡിലാണ് ഇത് പീക്ക് ചെയ്യുന്നത്, എല്ലാത്തിന്റെ പീക്ക് വരുന്നത്. So that as the percentage load increases, efficiency increases. At 100% load, efficiency near about the maximum efficiency. ഇവിടെ നോക്കി എല്ലാത്തിന്റെ കേസിൽ ഒരു 100% ലോഡില് എഫിഷ്യൻസി കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മാക്സിമം വാല്യൂസ് വരുന്നത്. ഇതെല്ലാം പീക്ക് ചെയ്യുന്നത് എല്ലാത്തിന്റെ കേസിൽ ഏതാണ്ട് ഒരേ ഏരിയയിലാണ് വരുന്നത്. Notable observation from this. Another thing what you can see here is for this Kaplan turbine and Darius and to some extent for Pelton, ഈ മൂന്ന് കേസിൽ ഇവിടെ നോക്കി ഇത് ഈ ടർബൈന് ഇത് അതുപോലെ എൻ്റെ പെൽട്ടൺ ടർബൈൻ മൂന്നാമത്തെ ഈ ഡോട്ടഡ് ലൈൻ ഇതിൻ്റെ പാർട്ട് ലോഡ് എന്ന് വെച്ചാൽ ഫുൾ ലോഡിനെക്കാട്ടും കുറവ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ ലോവർ ലോഡ്സിൽ there is not much drop in efficiencies, almost flatter ആണ് ഈ ഒരു പോയിന്റിൽ. ഇത് ലോവർ ഇത് ഫുൾ ലോഡ് ആണ്. ഈ 100 this is the full load condition, so this is your full load point. ഫുൾ ലോഡിനെക്കാട്ടും ലോവർ ലോഡ്സിൽ ഈ മൂന്ന് കർവുകൾ they are almost കുറെ ഏതാണ്ട് ഈ ഏരിയ വരെ എടുക്കുവാണെങ്കിൽ there is not much fall in the efficiency. ലോവർ ലോഡ്സിൽ എല്ലാ ഡ്രോപ്പ് ലോവർ ലോഡ് വരുമ്പോൾ എല്ലാ എഫിഷ്യൻസി കർവും താഴോട്ട് പോകുന്നുണ്ട്. ബട്ട് these three Kaplan, Darius and Pelton, you can see for lower loads up to certain load value, the efficiency, there is not much drop in the efficiency. So that's what the observation you can have from the operating characteristic curves of the turbines. So this is the second set of constant speed characteristic curves, operating characteristic curves. വേറൊരു ടൈപ്പ് ഓഫ് കർവുകളാണ്. അപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഡിസ്ചാർജ് വേഴ്സസ് ഓവറോൾ എഫിഷ്യൻസി ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദി ടർബൈൻ ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ ഡിസ്ചാർജ്. So discharge is as x-axis, abscissa ആയിട്ടും overall efficiency and shaft power as coordinates. അതില് ഈ പിങ്ക് കളറിൽ കാണുന്നത് എന്താണ്? നോർമലി നമ്മൾ എഫിഷ്യൻസിയുടെ കർവ് കാണുന്ന പോലെയാണ്. സോ എഫിഷ്യൻസി വാട്ട് യു ക്യാൻ സീ ഇസ് ആസ് ഡിസ്ചാർജ് ഇൻക്രീസസ് the efficiency of the turbine increases, and after certain discharge value there is not much variation in the efficiency. അതേസമയം പവറിന്റെ കർവ് നോക്കുക. പവർ is constant, not constant, it is a linear relation, varies linearly. That means power is actually P is proportional to QH. ഈ കേസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന പ്ലോട്ടിൽ ഹെഡ് കോൺസ്റ്റന്റ് ആയിട്ട് സ്പീഡ് കോൺസ്റ്റന്റ് ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഹെഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു മേ ഓർ മേ നോട്ട് കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. സോ ഫോർ ദിസ് ഒബ്റ്റൈനിങ് ദിസ് കർവ് ഹെഡ് ഈസ് ആൾസോ കോൺസ്റ്റന്റ്. സോ P equal to P proportional to QH ല് ഹെഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ P proportional to Q. That means between power and discharge the variation is linear. ഇത് linear curve ആണ്. And also one more additional thing that you can note here is there is a Q minimum here. ഈ Q minimum എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ടർബൈനിൽ വാട്ടർ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ you require a minimum discharge in order to have the runner rotate. But നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ വാൽവ് ഓപ്പൺ ചെയ്യുന്ന അപ്പം തന്നെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തില്ല. A minimum quantity of water has to be entered before in order to get the runner rotate.
that minimum quantity ആണ്. അതുകൊണ്ടാണ് ഈ കർവ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഡിസ്ചാർജിന്റെ actually all other curves you can see they are starting from the origin, but here it is starting from ഇവിടെ നിന്ന് ഒറിജിനിൽ നിന്ന് മാറി ഇത്രയും ആ പെർട്ടിക്കുലർ ഡിസ്ചാർജ് വാല്യൂ ആണ് നമ്മൾ ക്യൂ മിനിമം, അതായത് ടർബൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട മിനിമം ഡിസ്ചാർജ് വാല്യൂ ആണ് ക്യൂ മിനിമം ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. Then one more last type of characteristic curves is constant efficiency or iso efficiency or Muschel curves. അപ്പോൾ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ നോക്കി. ഇവിടെ ഏറ്റവും താഴെ നമ്മൾ നേരത്തെ സ്പീഡ് വേരിയേഷൻ, അതായത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ആണ് ഇത് രണ്ടും. ഈ വരച്ചിരിക്കുന്ന രണ്ട് ഈ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സിൽ നിന്നാണ് നമ്മൾ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്സ് പ്ലോട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. സ്പീഡ് വേഴ്സസ് സ്പീഡ് വാരീസ് ആൻഡ് എഫിഷ്യൻസി ആൻഡ് ഡിസ്ചാർജ് ഈസ് പ്ലോട്ടഡ്. അപ്പൊ ഇവിടെ എൻ വേഴ്സസ് ഡിസ്ചാർജും എൻ വേഴ്സസ് എഫിഷ്യൻസി കർവ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇവിടെ താഴെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് the bottom curve represents the parabolic ഷേപ്പിലുള്ളത് സ്പീഡ് വേഴ്സസ് എഫിഷ്യൻസി ആണ്. What you can note from here, if you take a particular efficiency, if you take a particular efficiency value, see, suppose you take this particular efficiency value, what you can note here is corresponding to one particular efficiency value, you can have two different speeds. ഈ ഒരു എഫിഷ്യൻസി വാല്യൂ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സ്പീഡ് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു സ്പീഡ് ഇവിടെയുണ്ട്, ഒരു സ്പീഡ് വാല്യൂ ഇവിടെയുണ്ട്. അപ്പൊ ഈ സ്പീഡ്, ഇഫ് ഇറ്റ് ഈസ് n3 and let this is n3, this is another speed n3 dash. So corresponding to this speed I can define a discharge q3 and corresponding to this I can define another discharge q3 dash. അപ്പൊ അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കുക, ഇത് ഈ താഴത്തെ കർവിൽ നിന്ന് എഫിഷ്യൻസി കർവിൽ നിന്ന് you have here അപ്പർ കർവ് വന്നിരിക്കുന്നത് നോക്കുക. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ഈ സ്പീഡ് എന്താണോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് ഇവിടെ വരുന്നത്. So this is the discharge, this is the point here. Similarly, ഇതിൽ നിന്ന് വരുന്ന ഈ n3 ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണിത് ഇവിടെ വരുന്നത്. രണ്ട് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഓരോ സെറ്റ് ഓഫ് എഫിഷ്യൻസിക്ക്, ഇപ്പോൾ ഓരോ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് എഫിഷ്യൻസിക്ക് നമുക്ക് ഇതേ രീതിയിൽ പ്ലോട്ട് ചെയ്യാം. എക്സെപ്റ്റ് ഫോർ ദ പീക്ക്, പീക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പീഡേ ഉള്ളൂ. ഇവിടെ എൻ മാക്സ് എൻ വാല്യൂ കറസ്പോണ്ടിങ്, അതായത് മാക്സിമം എഫിഷ്യൻസി കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പീഡേ ഉള്ളൂ. മറ്റെല്ലാ എഫിഷ്യൻസിക്ക് രണ്ട് സ്പീഡ് വാല്യൂ വരും, രണ്ട് ഡിസ്ചാർജ് വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് കർവ്, ഈ പോയിന്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ യു ക്യാൻ ജോയിൻ ദിസ് ടു ഒബ്റ്റെയിൻ ദി എൻ വേഴ്സസ് ഡിസ്ചാർജ്. സോ ഹിയർ again speed versus discharge curve we can obtain from n versus efficiency curve. അപ്പൊ ഈ n versus efficiency curve എന്ന് n versus discharge curve നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇങ്ങനെ ഓരോ ഗേറ്റ് ഓപ്പണിങ്ങിനും, ഇത് ഗേറ്റ് ഓപ്പണിംഗ്, വൺ ഗേറ്റ് ഓപ്പണിംഗ് ആണെന്ന് വെക്കുക, you can plot n versus discharge for all the gate openings. ഇവിടെ നോക്കുക, ഇതേ രീതിയിൽ പ്ലോട്ട് ചെയ്തേക്കുന്ന ഡിഫറെന്റ് സെറ്റ് ഓഫ് ലൈൻസ് ആണ്. അപ്പൊ ഇത് ഏറ്റവും ടോപ്പിക് കാണുന്നത് ഫോർ ഫുൾ ഗേറ്റ് ഓപ്പണിംഗ്, ദിസ് ഇസ് ഫോർ 3/4 ഓപ്പണിംഗ്, ഹാഫ് ഓപ്പണിംഗ് ആൻഡ് 1/4 ഓപ്പണിംഗ്. ഇനി ഇതിൽ ഓരോ ഓപ്പണിംഗ് നമുക്ക് ഈ പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ പോയിന്റ്സ് η1ന്റെ പോയിന്റ്സ് നമുക്കറിയാം, അതെല്ലാം കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഇവിടെ ഓരോ ജോയിൻ. അപ്പൊ ഇത് η2 ആണെങ്കിൽ ഈ ഗേറ്റ് ഓപ്പണിംഗ് അതേ വാല്യൂ ഉള്ള η2 കാണും. സോ ദിസ് വിൽ ആൾസോ ബി η2 ഹിയർ. ഇത് η3 ആയിരിക്കും, ഇത് η4 ആയിരിക്കും. അപ്പൊ ഓരോ ഗേറ്റ് ഓപ്പണിംഗ്സിലുള്ള സെയിം എഫിഷ്യൻസി വാല്യൂസ് പ്ലോട്ട് ചെയ്ത് ആ എഫിഷ്യൻസി പോയിന്റ്സിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് കർവ് വരച്ചു കഴിഞ്ഞാൽ ഇത് ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ എഫിഷ്യൻസി ആയിരിക്കും. സോ ദിസ് ഈസ് η1. സോ ദിസ് ഈസ് വൺ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്. ദ സെക്കൻഡ് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്. ദിസ് ഇസ് ദ തേർഡ് കോൺസ്റ്റന്റ് ഓഫ് എഫിഷ്യൻസി കർവ്. ദിസ് അനദർ എഫിഷ്യൻസി. അപ്പൊ അത് ഓരോ ഗേറ്റ് ഓപ്പണിംഗ്സിലുള്ള എഫിഷ്യൻസി പോയിന്റ്സ് സെയിം എഫിഷ്യൻസി വാല്യൂസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പ്ലോട്ട് ചെയ്യുന്നതാണ് ഒരു എഫിഷ്യൻസി കർവ് കിട്ടുന്നത്. യു കൻ പ്ലോട്ട് ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് യുവർ ഐസോ എഫിഷ്യൻസി കർവ്. ഈ ഇത് ഓരോന്നും ഓരോ ഐസോ എഫിഷ്യൻസി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എഫിഷ്യൻസി. ഇറ്റ ഈസ് കോൺസ്റ്റന്റ് കർവ്. ഇനി ആ ഇറ്റ വേഴ്സസ് എഫിഷ്യൻസി കർവ്, ഐസോ എഫിഷ്യൻസി കർവ്സിൽ എല്ലാത്തിന്റെയും ഈ പീക്കുകൾ, എല്ലാ കർവിന്റെ പീക്കുകൾ ജോയിൻ ചെയ്ത്
You can see a dotted line here. So this is your best performance curve. This is the best performance curve of the turbine. So they are the best operating conditions. That gives you the best operating conditions of the turbine. Okay. So we have seen unit quantities and the characteristic curves of the turbine. So let us stop. We'll continue with the topic in the next class. Okay. Thank you then. ഹലോ സാർ, Yes. എനിക്ക് സിൻ്റെ അത് ഓപ്പൺ ആയിട്ടില്ല അസൈൻമെന്റ് എഴുതാനായിട്ട്. ആരാ വിളിക്കുന്ന ആരാ? പേര് പറ. അനന്തൻ 25. അനന്തൻ. അതെ നിങ്ങളെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ ഓക്കെ, ഇയാൾ ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ അയച്ചു തരാം. എനിക്ക് വാട്സപ്പിൽ ഇയാളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാം.